വെൽക്കം ബാക്ക് ടു ലൈഫ്ലൈൻ PSC. VEO വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാംസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ലൈഫ്ലൈൻ PSCയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ലോഹങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത്? മെറ്റലർജി. ലോഹങ്ങളെ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ധാതു എങ്ങനെ അറിയപ്പെടുന്നു? അയിരുകൾ. ഏത് ഘനലോകം മൂലമുള്ള വിഷബാധയ്ക്കുള്ള പ്രധാന ചികിത്സയാണ് കീലേഷൻ തെറാപ്പി? ലെഡ്. ഇൻസുലിൻ ഹോർമോണിൻ്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്ന ലോഹമേത്? വനേഡിയം. ശരീരത്തിലെ ആസിഡ് ബേസ് ബാലൻസ്, നാഡീയാവേഗങ്ങൾ എന്നിവയ്ക്ക് പരമപ്രധാനമായ ലോഹമേത്? സോഡിയം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ ലോഹമേത്? പൊട്ടാസ്യം. രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്കുള്ള ലോഹമേത്? കാൽസ്യം. വൈറ്റമിൻ B12 അടങ്ങിയിട്ടുള്ള ലോഹമേത്? കൊബാൾട്ട്. ശരീരത്തിൽ ഏത് ലോഹത്തിൻ്റെ അമിത സാന്നിധ്യം മൂലമുള്ള രോഗമാണ് വിൻസൺ രോഗം? ചെമ്പ്. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹമേതാണ്? ചെമ്പ്. പ്രപഞ്ചത്തിൽ ഏറ്റവും അധികമുള്ള ലോഹം ഏതാണ്? ഇരുമ്പ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമേത്? അലൂമിനിയം. ഭൂമിയുടെ പിണ്ഡത്തിൽ കൂടുതലും സംഭാവന ചെയ്യുന്നത് ഏത് ലോഹമാണ്? ഇരുമ്പ്. കുലീന ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതെല്ലാം? വെള്ളി, സ്വർണം, പ്ലാറ്റിനം. ഏറ്റവും നീളത്തിൽ അടിച്ചു പരത്താൻ കഴിയുന്ന ലോഹമേത്? സ്വർണം. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം? ലിഥിയം. വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹങ്ങളേവ? സോഡിയം, പൊട്ടാസ്യം. മണ്ണെണ്ണയിൽ സൂക്ഷിച്ചു വെക്കുന്നത് ഏതൊക്കെ ലോഹങ്ങളാണ്? സോഡിയം, പൊട്ടാസ്യം. മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ലോഹമേത്? ലിഥിയം. സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിലുള്ള ലോഹമേത്? രസം അഥവാ മെർക്കുറി. ഇലകളിലെ ഹരിതകത്തിനുള്ള ലോഹമേതാണ്? മഗ്നീഷ്യം. വൈദ്യുതിയെയും താപത്തെയും ഏറ്റവും നന്നായി കടത്തിവിടുന്ന ലോഹമേത്? വെള്ളി. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്ന ലോഹമേത്? പ്ലാറ്റിനം. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് ഏത് ലോഹമാണ്? രസം. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹമേത്? മഗ്നീഷ്യം. ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? ടൈറ്റാനിയം. മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ഏത്? ഇറിഡിയം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമേത്? കാൽസ്യം. കളിമണ്ണിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള ലോഹമേത്? അലൂമിനിയം. രക്തത്തിലെ ഹീമോഗ്ലോബിനിലുള്ള ലോഹമേതാണ്? ഇരുമ്പ്. അറ്റോമിക ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹമേത്? സീസിയം. ഏറ്റവും കാഠിന്യമുള്ള ലോഹമേത്? ക്രോമിയം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ബാക്കി ക്വസ്റ്റ്യൻസുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക് യു.